ഹലോ, നമുക്ക് ഷെയ്ഡിങ് പഠിച്ചാലോ? ഷെയ്ഡിങ് നമുക്കറിയാം, ഒരുപാട് പെൻസിൽസ് ഉണ്ട് അല്ലേ? HB, 10B, 12B അങ്ങനെ ഇഷ്ടം പോലെ പെൻസിൽസ് ഉണ്ട്. ഓരോ പെൻസിലിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് പെൻസിൽസിനെ പരിചയപ്പെടാം, അതിൻ്റെ ഷെയ്ഡിങ്ങും പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഒരു 6 ബോക്സസ് ഞാൻ വരയ്ക്കുന്നുണ്ട്. 6 ബോക്സസ് വരച്ചു കൊടുക്കാം. 4, 5. ഓക്കെ, ഒരു 6 ബോക്സസ് വരച്ചു കൊടുക്കാം. ഈ 6 ബോക്സിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റിൽ നമ്മൾ പ്ലെയിൻ ആക്കി വിടാണ്. ഇതിൽ നമ്മുടെ HB പെൻസിൽ കൊണ്ട് ചെയ്യാം കേട്ടോ. HB പെൻസിൽ കൊണ്ട് പതുക്കെ ലൈറ്റായിട്ട് ഷെയ്ഡിങ് ചെയ്യുക. ഇനി 4B പെൻസിൽ കൊണ്ട് അടുത്തത് 6B പെൻസിൽ എടുക്കുക. പെൻസിൽ എടുക്കുക. B പെൻസിൽ. ഇത്രയാണ് ഷെയ്ഡിങ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഷെയ്ഡിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരച്ചു കൊടുക്കാം. ചില ആളുകൾ ഇതാ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും, ചില ആൾക്കാർ ഇതാ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാറില്ല കേട്ടോ. നമ്മളെപ്പോഴും ഷെയ്ഡ് ചെയ്യേണ്ടത് ഇതാ പെൻസിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ലൈറ്റിൽ നിന്ന് ഡാർക്ക്, ആദ്യം പെൻസിൽ പതുക്കെ പിടിച്ചിട്ട് ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഡാർക്കിലേക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ HB പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഇതാ അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ പിടിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഇനി വീണ്ടും എടുത്തിട്ട് കുറച്ചുകൂടി ഡാർക്ക് വരുന്ന, അത്രയും ഡാർക്ക് വരുന്ന സ്പേസിൽ വീണ്ടും എന്ത് ചെയ്യാം, ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഒരു ബോൾ വരയ്ക്കുക. ഒരു ബോൾ വരച്ചിട്ട് ആദ്യം ലൈറ്റ് തട്ടുന്ന ഈ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക. ലൈറ്റ് തട്ടുന്ന ഭാഗം ഇതാ, ഇത്രയും ഭാഗം ലൈറ്റ് തട്ടുന്ന ഭാഗം കാണിച്ചു കൊടുക്കുക. ജസ്റ്റ് ഇത് അങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. വെളിച്ചം നേരിട്ട് തട്ടുന്ന ഭാഗം കേട്ടോ. അടുത്തത് ബാക്കി ഭാഗത്ത് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ആദ്യം ഈ സെക്കൻഡ് ബോക്സിലുള്ളത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഈ ബോക്സിലുള്ളത് ഇതുക്കണ്. ഇനി ഇതാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോണേ. ഇതേപോലെ തന്നെ ഈ ലൈനിൻ്റെ തൊട്ടടുത്തും ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് ബോക്സ് ഈ കളറാണ് കൊടുക്കുന്നത്. അതിന് നമ്മൾ 4B പെൻസിൽ എടുക്കുക. വീണ്ടും ഷെയ്ഡ് ചെയ്യുക. കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 6B പെൻസിൽ എടുക്കുക. കുറച്ചുകൂടി ഡാർക്കായിട്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഈ ബോക്സിലുള്ളത് ഇവിടെയും ചെയ്ത് കൊടുക്കുക. ഇത്രയും ഡാർക്കായിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ നമുക്ക് ജസ്റ്റ് ഇത് അങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഓക്കെ, ഈ ലൈനിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക.
ഈ സൈഡും കുറച്ചൊന്ന് ഡാർക്കാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സ്ക്വയർ ചെയ്ത് കൊടുക്കാം. സ്ക്വയർ വരയ്ക്കാൻ 2 ലൈൻസ് ഇങ്ങനെ വയ്ക്കാം. താഴെ വരച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇനി വേറൊരു സ്ക്വയറും കൂടി വരച്ച് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇതിന് ഇവിടെ നിന്നാണ് സണ്ണിൻ്റെ വെളിച്ചം വരുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് സണ്ണിൻ്റെ വെളിച്ചം വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ നോക്കാം. ആദ്യം കുറച്ച് ഭാഗം പ്ലെയിൻ ആക്കി വിടുക. എന്നിട്ട് നമ്മുടെ ഫോട്ടോ പെൻസിലെടുത്തിട്ട് ജസ്റ്റ് ഇതങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതേപോലെ കുറച്ച് ഭാഗം പ്ലെയിൻ ആക്കി വിടുക. ഓക്കെ, എന്നിട്ട് 6B പെൻസിലെടുക്കാം. ജസ്റ്റ് മുകളിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഈ സൈഡും സൈഡ് ചെയ്യുമ്പോൾ താഴെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ 6B പെൻസിൽ കൊണ്ട് തന്നെ ഇവിടെയും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ 10B പെൻസിലെടുത്തിട്ട് മിക്ക ഭാഗം നല്ല ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യാം. താഴെ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുക, ഷാഡോ വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഷാഡോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ചെയ്യാം. ഇതിൻ്റെ നമ്മുടെ വെളിച്ചം വരുന്നത് ഈ സൈഡിൽ നിന്നാണെന്ന് വിചാരിക്കുക. ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ വെളിച്ചം വരുന്നത്. ഇതിൻ്റെ വെളിച്ചം വരുന്നത് ഈ സൈഡിൽ നിന്ന്. അപ്പോൾ ഈ സൈഡിൽ നിന്നാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വെളിച്ചം വരേണ്ടത്. അപ്പോൾ നമ്മുടെ 4B പെൻസിലെടുക്കുക. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അങ്ങനെ തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് 6B പെൻസിലെടുത്തിട്ട് മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്താൽ മതി. ഇവിടെയും ജസ്റ്റ് താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആകുന്ന ലൈറ്റിലേക്ക് വരുന്ന പോലെ പതുക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഈ സൈഡ് വരുമ്പോൾ ഈ സൈഡും 6B പെൻസിലുണ്ട്. ആദ്യം ജസ്റ്റ് ഒന്നിങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഈ സൈഡിൽ. പിന്നെ 10B പെൻസിലെടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കണേ. ഓക്കെ, ഓക്കെ, ഇനി ഷാഡോ വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം. സോറി, കാണുന്നില്ലേന്നല്ലേ. ഷാഡോ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈൻ വരച്ചു. എന്നിട്ട് അവിടുന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി വേറൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം.
ഈ ഷേപ്പിനാണെങ്കിൽ ഇതേപോലെ ഒരു വെളിച്ചം തട്ടുന്ന ഭാഗം ജസ്റ്റ് ഇതങ്ങനെ വിട്ട് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ലൈറ്റ് തട്ടുന്ന ഭാഗം വരച്ച് കൊടുക്കുക. ഇവിടെ നിന്നുണ്ടോ സണ്ണിൻ്റെ വെളിച്ചം വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്കാണ് സണ്ണിൻ്റെ വെളിച്ചം വരുന്നത്. ഓക്കെ, ഈ ഭാഗത്തേക്കാണ് സണ്ണിൻ്റെ വെളിച്ചം വരുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്യുക. ഇവിടെ അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 4B പെൻസിൽ എടുക്കുക. അവിടെ നിന്നും കൂടി ഇങ്ങനെ ചുണ്ടിൻ്റെ ടോപ്പിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ചെറിയൊരു ലൈന് വരുന്നുണ്ട് കേട്ടോ. നോക്കണേ, ഒരു ലൈന് വരുന്നുണ്ട്. ഇനി ഇവിടെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ലൈൻ വരച്ച് കൊടുക്കുക. അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ ഷെയ്ഡിങ്.